പാഠം 472. തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുമ്പോൾ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഞാൻ സാറിനൊന്ന് വിളിക്കാനിരിക്കായിരുന്നു. ആഫീസ് കാര്യത്തിനല്ല, മറ്റന്നാൾ മുതൽ ഓണത്തിന് അവധിയാണല്ലോ. ഞാനും ഭാമയും കൂടി മറ്റന്നാ നാട്ടിലേക്ക് പോവുക. അതെ, ഓണത്തിന് വീട്ടില് അമ്മയും ബന്ധുക്കളായിട്ട് കൂടുന്നതാണല്ലോ അതിന്റെ ഒരു രീതി. ഞാൻ തിങ്കളാഴ്ച തിരിച്ചെത്തും. ശരി സാർ. എന്താ സംഭവം? തഹസിൽദാരാ, ഓണത്തിന് എന്താ പരിപാടി എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാനും നീയും കൂടി ഓണത്തിന് പുള്ളിക്കാരന്റെ വീട്ടിൽ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇത്തവണത്തെ ഓണം വീട്ടിൽ അമ്മയോടൊപ്പമാണെന്ന്. ആരുടെ അമ്മയോടൊപ്പം? എന്റെ അമ്മയോടൊപ്പം. അങ്ങനെയല്ലേ വേണ്ടത്? അല്ലല്ലോ, ഇത്തവണത്തെ ഓണത്തിന് ഞാൻ മോഹനേട്ടനെ കൂട്ടി എന്റെ വീട്ടിൽ ചെല്ലാമെന്ന് എന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്. ഇത്തവണത്തെ ഓണത്തിന് എന്റെ വീട്ടിൽ പോയാൽ പറ്റൂ? അത് ഇവിടെ തന്നെ ആയോ? നീ കുറെ നാൾ മുമ്പ് ഒരു ദിവസം രാവിലെ വീട്ടിൽ പോയതല്ലേ, എന്നിട്ട് രാത്രി ആയപ്പോഴും തിരിച്ചു വന്നത്? അതെന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോ. രാവിലെ 4 മണിക്ക് പോയിട്ട് ഞാൻ വീട്ടിലെത്തിയത് 8 മണിക്ക്. ഉച്ച കഴിഞ്ഞ് 3 മണി ആയപ്പോഴേക്കും തിരിച്ചു പോന്നു. ഒരു ദിവസം അവിടെ താമസിക്കാൻ മോഹനേട്ടൻ സമ്മതിക്കില്ലല്ലോ. മോഹനേട്ടൻ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ 2 പേരും കൂടി എന്റെ വീട്ടിൽ പോകുന്നു. ആ പരിപാടി നടക്കില്ല ഭാമേ. ഞാൻ അമ്മയെ കണ്ടിട്ട് എത്ര നാളാണെന്നറിയാമോ? എത്ര നാളായി? അമ്മ കഴിഞ്ഞ മാസം ഒരാഴ്ച ഇവിടെ വന്ന് താമസിച്ചല്ലേ. അപ്പൊ എന്തേ മോഹനേട്ടൻ അമ്മയെ കണ്ടില്ലായിരുന്നോ? ഈ കാര്യത്തിൽ തർക്കം വേണ്ട ഭാമേ. ഞാൻ ഓണത്തിൽ ചെല്ലുമെന്ന് കരുതി നാട്ടുകാരെല്ലാം ഒരുങ്ങിയിരിക്കുക. അങ്ങനെ സ്വന്തം നാട്ടിൽ ചെല്ലുമ്പോ നാട്ടുകാരെ സ്വീകരിക്കാൻ മോഹനേട്ടൻ മമ്മൂട്ടിയോ? എന്റെ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ എന്നും വിളിക്കുമ്പോ ചോദിക്കും, ഭാമേ നാട്ടിലേക്കൊന്നും വരുന്നില്ലേ, നിന്നെ ഒന്ന് കാണാനേ ആർക്കും പറ്റുന്നില്ലല്ലോ എന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, സമയമുണ്ട്. പക്ഷെ മോഹനേട്ടൻ സമയമില്ലല്ലോ. മോഹനേട്ടൻ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ വില്ലേജ് കള്ളം കൊണ്ടുവന്നാണല്ലോ ധാരണ. നിന്നെ പോലൊരു വൈക്കോലിന് ഇഷ്ടം പോലെ സമയം കിട്ടും. കാരണം വല്ലപ്പോഴും ഒരിക്കലും ഒരു കേസ് കിട്ടിയാ കിട്ടി. എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എല്ലാ ദിവസവും ജോലി ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്തോ? വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ. പക്ഷെ ഇത്തവണത്തെ ഓണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. നമ്മൾ 2 പേരും കൂടി എന്റെ വീട്ടിൽ പോയിരിക്കും. ആഹാ, ഓണമായിട്ട് എന്റെ വീട്ടിൽ പോകാതെ ഞാൻ നിന്റെ വീട്ടുകാരെന്ത് കരുതും? ഞാനൊരു പെൺകോന്തനാണെന്നും ഭാര്യയുടെ വാക്കിനപ്പുറം പോകാത്തവനാണെന്നും വിചാരിക്കില്ലേ? ഭാര്യയുടെ വാക്ക് കേൾക്കുന്നത് ക്രിമിനൽ കുറ്റമൊന്നും അല്ല. ഇനി അങ്ങനെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ എന്നെ പറ്റി മറ്റുള്ളവർ അങ്ങനെ കരുതുന്നത് എനിക്കിഷ്ടമല്ല. ഓണമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകാതെ മോഹനേട്ടന്റെ വീട്ടിൽ പോയി എന്ന് പറയുമ്പോൾ എന്റെ വീട്ടുകാർ എന്ത് കരുതും? മോഹനേട്ടാ, എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ലെന്നും ഞാൻ മോഹനേട്ടൻ അടിമയാണെന്ന് കരുതില്ലേ? ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്ന് പറയുന്നത് വലിയ മോശമൊന്നുമല്ല. സത്യത്തിൽ അതങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ വേണമെങ്കിലേ വേറെ പെണ്ണു പോയി കെട്ടിക്കൊള്ളണം. ഭർത്താവിന്റെ അടിമയായിട്ട് കഴിയേണ്ട ഗതിയോടൊന്നും എനിക്കില്ല. ഭാമേ, നിന്റെ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരാറില്ലേ? അപ്പൊ എന്റെ ഈ ചെറിയൊരു ആഗ്രഹം നിനക്ക് സാധിച്ചു തന്നൂടെ? എന്റെ ഏതാഗ്രഹമാണ് ഈ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ മോഹനോട് സാധിച്ചു തന്നിട്ടുള്ളത്? ഇനിയിപ്പോ ഏതെങ്കിലും ആഗ്രഹം സാധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പേരിൽ ഞാൻ ചില്ലറ കഷ്ടപ്പാടൊന്നും അല്ല സഹിച്ചിട്ടുള്ളത്. ഭാമേ, എന്ത് പറഞ്ഞാലും ഈ ഓണത്തിന് എന്റെ വീട്ടിൽ പോയാൽ പറ്റും. നാട്ടിലെ പുഴയിലൊക്കെ പോയി കുളിച്ചിട്ട് കാലം എത്രയെന്നറിയാമോ? എന്റെ നാട്ടിലും പുഴയുണ്ട്. ഞാനും പുഴ കുളിച്ചിട്ട് ഒരുപാട് കാലമായി. നിനക്കറിയാലോ, നിന്റെ നാട്ടിലെ ഓണാഘോഷത്തെക്കാൾ ഗംഭീരമാണ് എന്റെ നാട്ടിലെ ഓണാഘോഷമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇത്തവണ നാട്ടിൽ പോയേ പറ്റൂ. മോഹനേട്ടാ, ഇവിടെ നിന്ന് വെറുതെ സമയം കളയാനേ ഉള്ളൂ. എനിക്ക് എന്റെ അമ്മയെ കണ്ടേ പറ്റൂ. നിന്റെ അമ്മയെ ഓണം കഴിഞ്ഞ് കാണാലോ. മോഹനേട്ടന്റെ അമ്മ ഓണം കഴിഞ്ഞ് കണ്ടാ കുഴപ്പം? നീ ഇത്തവണ എന്റെ ഓണത്തിന് വീട്ടിൽ വന്നില്ലെങ്കിൽ ഇനി നിന്നോട് മിണ്ടുന്ന പ്രശ്നമില്ല.
മോഹനേട്ടന്റെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമുള്ള ആ മിണ്ടലില് എനിക്കും വലിയ താല്പര്യമില്ല. അപ്പൊ നീ എന്റെ വാക്ക് കേൾക്കില്ല? എന്റെ കേൾവിക്ക് ഒരു തകരാറുമില്ല. അനുസരിക്കില്ല. അനുസരിക്കാൻ നിവർത്തിയില്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ഉറപ്പാണ്? ആ മോഹനേട്ടാ, കഴിഞ്ഞ ഓണത്തിന് നമ്മള് മോഹനേട്ടന്റെ വീട്ടിലേക്കല്ലേ പോയത്? അപ്പൊ ഇത്തവണ എന്റെ വീട്ടിൽ പോയാൽ എന്താ? അടുത്ത ഓണത്തിന് ഉറപ്പായി നിന്റെ വീട്ടിൽ പോവാം. വാക്ക്. ആ വാക്ക് വിലയാപിച്ചിട്ട് കൈ വെച്ചാ മതി. ഈ അഹങ്കാരത്തിന് നീ അനുഭവിക്കും. ഓ നമസ്കാരം വക്കീലേ. രമേശന്റെ കേസിന്റെ കാര്യം എന്തായെന്നവ എന്നോട് വിളിച്ച് ചോദിച്ചു. ഉത്തമ, എന്റെ വായിലിരിക്കുന്നതും കേൾക്കണമെങ്കിൽ സ്ഥലം വിട്ടു. അയാളുടെ ജനന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ദിവസം എത്രയായി? കോടതിയിൽ കൊടുക്കുന്ന കടലാസുകൾ കൊടുക്കാതെ കേസിന്റെ കാര്യം മാത്രം അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അയ്യോ, അത് രമേശൻ മറന്നായിരിക്കും കേട്ടാ. വക്കീലെ, ജനന സർട്ടിഫിക്കറ്റ് അവിടെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇന്ന് വൈകിട്ട് കൊണ്ടുവന്നാ മതിയാ? വൈകിട്ട് കൊണ്ടു തന്നാ മതി. പക്ഷേ വൈകിട്ട് കൊണ്ടുവന്ന് തരണം. ഇല്ലെങ്കിൽ പിന്നെ കേസിന്റെ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഓ ശരി വക്കീലെ, എന്നാ ഓക്കെ. എന്താ സാറേ? ഓണമായതുകൊണ്ട് നാളെ ഞാനും ഭാമിയും കൂടി വീട്ടിലേക്ക് പോവുക. അതെയോ, അത് നന്നായി. നന്നാവുമായിരുന്നു ഓണത്തിന് പോകുന്നത് എന്റെ വീട്ടിലേക്കായിരുന്നുവെങ്കിൽ. പക്ഷെ ഭാമ പറയുന്നത് അവരുടെ വീട്ടിലേക്ക് പോകണമെന്ന്. അത് എവിടുത്തെ ന്യായം? അല്ല, അത് മോഹനേട്ടന്റെ അമ്മ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് ഒരാഴ്ച താമസിച്ചതല്ലേ? എന്റെ അമ്മയെ കണ്ടിട്ടാണ് മാസം 2 ആയി. അപ്പൊ പിന്നെ എന്റെ വീട്ടിൽ പോകുന്നതല്ലേ ന്യായം? അത് ന്യായമേ അല്ല. ഓണത്തിന് സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് എന്ന് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടോ? ഓണത്തിന് നമ്മുടെ നാട്ടിലുള്ള സകല മനുഷ്യരും ഭാര്യ വീട്ടിൽ പോകും. അതല്ലേ ഉത്തമ അതിന്റെ രീതി? അങ്ങനെ ഒരു രീതി ഞാൻ എന്റെ ഈ ജന്മത്തിൽ കണ്ടിട്ടില്ല. മോഹനേട്ടൻ ഒന്നും കേക്കില്ല. മോഹനേട്ടന് ആവശ്യമുള്ളത് ഗുണമുള്ളത് മാത്രമാണ് മോഹനേട്ടൻ ചെവിയിലോട്ട് കേറൂ എന്ന് ആര് പറഞ്ഞു? ശരി, ഈ വിഷയത്തിൽ ഉത്തമന്റെ അഭിപ്രായം പറയട്ടെ. ഉത്തമ, ഓണത്തിന് ആരുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്? ഇക്കാര്യത്തില് എനിക്ക് വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ട്. പറയൂ. പക്ഷേ ഇവിടെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടിൽ ഒരാൾ എന്നെ തല്ലും. എനിക്ക് പ്രത്യേകിച്ചൊരു ഉപയോഗമില്ലാത്തൊരു കാര്യത്തിൽ വെറുതെ തല്ലുകൊള്ളേണ്ട കാര്യം എനിക്കുണ്ടോ സാറേ? വരട്ടെ സാറേ. പിന്നെ സാറേ, കാര്യങ്ങൾ ഇത്രയൊക്കെ വഷളായ സ്ഥിതിക്ക് ഇലയ്ക്ക് മുള്ളിനും കേടില്ലാത്തൊരു അഭിപ്രായം വേണമെങ്കിൽ ഞാൻ പറയാം. ഓണത്തിന് സാറിന്റെ വീട്ടിൽ പോകുന്നു, വക്കീലിന്റെ വീട്ടിലും പോവുക. ഒരു 3 ദിവസം വെറുതെ ഇരിക്കുമ്പോ കുറെ കാലങ്ങളായി വഴക്കുണ്ടാക്കി കളഞ്ഞ ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്യും. ശരി, അപ്പൊ എങ്ങനെയുണ്ട് ഐഡിയ? ചിന്തിച്ചു നോക്കിയോ? എന്ത് മോഹനേട്ടാ, ഈ ഓണത്തിന് എന്റെ വീട്ടിൽ പോയേ പറ്റുള്ളൂ. അത് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ രണ്ടുപേരും ചേർന്ന്. നടന്നു തന്നെ. എന്റെ പേര് കെ മോഹനകൃഷ്ണൻ എന്നാണെങ്കിൽ ഈ ഓണത്തിന് എന്റെ വീട്ടിൽ പോയിരിക്കും. നീ എന്റെ കൂടെ വരികയും ചെയ്യും. ഇതിലിപ്പോ ഇങ്ങനെ വാശി പിടിക്കാനുണ്ടോ സാറേ? സാറ് വക്കീല് പറഞ്ഞത് കേട്ടെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. ഒരിക്കലും നടക്കില്ല. ഞാൻ ഓണത്തിന് ചെല്ലാമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തുപോയി. ആ വാക്ക് മാറ്റുന്ന പ്രശ്നമില്ല. വക്കീലിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു കാണും. എല്ലാവരുടെ വാക്കിനും വിലയുണ്ടല്ലോ. സ്വയം പ്രഭയുടെ അഭിപ്രായം ചോദിച്ചില്ല. കാഞ്ചന ഓണത്തിന് പ്രഹ്ലാദന്റെ വീട്ടിലാണോ കാഞ്ചനയുടെ വീട്ടിലാണോ പോകുന്നത്? ഞങ്ങൾ നാട്ടിൽ പോകുന്നേ ഇല്ല. നാട്ടിൽ പോവാന്ന് പറഞ്ഞാൽ വലിയ ചെലവാ സാറേ. ശിശുപാലനോ? ഞാനിവിടെ പോവാൻ. എന്റെ നാട് ഇതല്ലേ. എന്റെ അമ്മയാണെങ്കിൽ എന്റെ കൂടെ തന്നെയുണ്ട്. അവളുടെ അമ്മ പരലോകത്തെത്തിയിട്ട് കൊല്ലം 10-12 ഞാനൊരു കാര്യം പറയുമ്പോ വക്കീലിന്റെ പക്ഷം പിടിക്കാണെന്ന് സാറ് കരുതരുത്. ഇപ്പൊ സാറ് വക്കീലിന്റെ വീട്ടിൽ പോകുന്നതാ ബുദ്ധി. എന്ത് ബുദ്ധി? മോഹനകൃഷ്ണൻ ഒരു പെങ്കോന്തനാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? ഓണമായിട്ട് സ്വന്തം വീട്ടിൽ പോകാതെ ഭാര്യ വീട്ടിൽ പോയവൻ എന്ന് പറഞ്ഞ് ആളുകൾ എന്നെ കളിയാക്കില്ലേ? ഇല്ല സാർ, മറിച്ചാ സംഭവിക്കുക. വക്കീലിന്റെ വീട്ടിലുള്ളവർ പറയും ആ മോഹനകൃഷ്ണൻ എന്ത് സ്നേഹമുള്ളവനാ, ഓണായിട്ട് സ്വന്തം വീട്ടിൽ പോലും പോവാതെ ഭാര്യയുടെ ബന്ധുക്കളെ കാണാൻ വന്നു. സത്യഭാമയുടെ ഭാഗ്യമൊന്നും. അതല്ലേ സാർ അന്തസ്? അപ്പൊ എന്റെ അമ്മ? സാറേ, കാഞ്ചൻ സാർ പറഞ്ഞതിൽ കാര്യമുണ്ട്. സാറിന്റെ അമ്മ ഇവിടെ വന്ന് പോയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. പിന്നെ ഓണത്തിന് തന്നെ അമ്മയെ കാണണമെന്നില്ലല്ലോ. അടുത്ത ആഴ്ച അങ്ങോട്ട് പോകണം.
വേറെയുണ്ട് സാറേ കാര്യം. വീട്ടിൽ വിരുന്നുകാർ ഒരുപാടുണ്ടായാൽ വീട്ടിലിരിക്കുന്നവർക്കല്ലേ അതിന്റെ പാട്. സാറും വക്കീലും സാറിന്റെ വീട്ടിൽ ചെല്ലുന്നു എന്നറിഞ്ഞാൽ സാറിന്റെ ബന്ധുക്കളും പരിചയക്കാരും സാറിനെ കാണാൻ വരും. വരുന്നവർക്ക് ഒരു ചായയെങ്കിലും കൊടുക്കണ്ടേ? ഉച്ചയ്ക്ക് വരുന്നവർക്ക് സദ്യയും കൊടുക്കേണ്ടി വരും. ചെലവാണ് എന്നുള്ളത് ഒരു കാര്യം, സാറിന്റെ അമ്മ കഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതിലും വലിയ പ്രശ്നമുണ്ട് സാർ. ഓണക്കൊടിയില്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? വക്കീലിന്റെ വീട്ടിലേക്കാ പോകുന്നതെങ്കിൽ വക്കീലിന്റെ അമ്മയ്ക്ക് ഒരു സെറ്റ് സാരി വാങ്ങിയാൽ പ്രശ്നം തീർന്നു. പക്ഷെ സാറിന്റെ വീട്ടിലേക്കാ പോകുന്നതെങ്കിൽ സകല ബന്ധുക്കൾക്ക് വാങ്ങണ്ടേ? ചെലവാണ്. ബുദ്ധിയുള്ള ആരെങ്കിലും ഈ ഓണ സമയത്ത് അന്യനാട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ ചെല്ലുവോ സാറേ? അമ്മയെ ഓണത്തിന് മുമ്പും കാണാം, ഓണം കഴിഞ്ഞും കാണാം. സാറിങ്ങ വന്നേ. അത് മാത്രമല്ല, വക്കീലിന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ വക്കീലിന് ഭയങ്കര സന്തോഷമായിരിക്കും. അടുത്ത ഒരു കൊല്ലത്തേക്ക് സാറ് പറയുന്ന സകല കാര്യങ്ങളും വക്കീൽ അനുസരിക്കും. ഇതിലിപ്പോ ഞാൻ എന്ത് അഭിപ്രായം പറയാനാ? ഇത്രയും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പോലും വഴക്കുണ്ടാവുമെന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ കല്യാണം കഴിക്കാത്തത്. ഇങ്ങനെ പറയല്ലേ മാഡം. ഈ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ് ന്യായം എന്ന് മോഹനേട്ടനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ മോഹനേട്ടൻ അത് വകവെച്ച് തരുന്നില്ല. സത്യഭാമേ, ഒരു കുടുംബം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കിക്കുന്ന സ്ഥലം എന്നല്ല. ഇന്ന് രാവിലെ നിങ്ങൾ തർക്കിച്ച് കളഞ്ഞ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. വെറുതെ തർക്കിച്ചതല്ലല്ലോ മാഡം. എനിക്ക് ഓണത്തിന് എന്റെ വീട്ടിൽ പോയേ പറ്റുള്ളൂ. അത് സമ്മതിക്കാതിരുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആലോചിക്കേണ്ട കാര്യങ്ങളായിരുന്നു. കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഇനി വഴക്കുണ്ടാക്കാതെ പ്രശ്നങ്ങൾ തീർക്കാനാണ് നോക്കേണ്ടത്. മാഡം കൂടി ഇങ്ങനെ പറയുന്ന കഷ്ടാണ്. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് മാഡം തന്നെ എപ്പോഴും പറയാറില്ലേ? പറയാറുണ്ട്. പക്ഷേ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ശക്തി മാത്രം പോരാ സത്യഭാമേ, ബുദ്ധിയും വേണം. തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടടുത്ത് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. എന്ത് തന്ത്രം? സത്യഭാമയ്ക്ക് ഓണത്തിന് സ്വന്തം വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മോഹനകൃഷ്ണന്റെ വീട്ടിൽ പോകാതെ സത്യഭാമയുടെ വീട്ടിൽ മാത്രം ചെല്ലുമ്പോൾ സത്യഭാമയുടെ വീട്ടുകാർക്ക് സന്തോഷമാകുമായിരിക്കും. പക്ഷേ മോഹനകൃഷ്ണന്റെ വീട്ടുകാർക്ക് എന്ത് തോന്നും? മോഹനകൃഷ്ണൻ സത്യഭാമ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കോന്തനാണെന്ന് തോന്നില്ലേ? ഭർത്താവിന്റെ വീട്ടുകാരെ ബഹുമാനമില്ലാത്ത അഹങ്കാരി എന്ന് സത്യഭാമയെ അവര് വിളിക്കും. 2 ആഴ്ച കഴിഞ്ഞ് മോഹനകൃഷ്ണന്റെ വീട്ടിൽ പോയാ അവർക്ക് സത്യഭാമയോടുള്ള പിണക്കം മാറില്ല. ശരിയല്ലേ? ഇനി ഓണത്തിന് മോഹനകൃഷ്ണന്റെ വീട്ടിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഉള്ളവർക്ക് സന്തോഷവും. 2 ആഴ്ച കഴിഞ്ഞ് സത്യഭാമയുടെ സ്വന്തം വീട്ടിൽ ചെന്നാലും അവിടെ ഉള്ളൊരു പിണക്കം കാണിക്കില്ല. കാരണം അവിടെയുള്ളവര് സത്യഭാമയുടെ അമ്മയും സഹോദരനും ഒക്കെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊരു വിട്ടുവീഴ്ചയായോ തോൽവിയായോ കണക്കാക്കാതെ ഇതിൽ നിന്നും എന്ത് ലാഭമുണ്ടാക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. ലാഭവും? അതെ, സ്വന്തം വീട്ടിൽ പോകുക എന്നത് മോഹനകൃഷ്ണന്റെ ജീവൻ മരണ പ്രശ്നമാണ്. അത് സാധിക്കാനായി എന്ത് വിട്ടുവീഴ്ചയും അയാൾ ചെയ്യും. സത്യഭാമയ്ക്ക് മോഹനകൃഷ്ണനെ കൊണ്ട് സാധിക്കാത്ത ഏതാവശ്യവും ഇപ്പൊ വിലപേശി സാധിച്ചെടുക്കാം. എന്നുവെച്ചാ ഓണത്തിന് മോഹനകൃഷ്ണന്റെ വീട്ടിൽ പോകാൻ തയ്യാറാണെന്നും പകരം എനിക്കൊരു പട്ടുസാരി വാങ്ങിത്തരണം എന്നൊന്ന് പറഞ്ഞു നോക്ക്. മോഹനകൃഷ്ണൻ ഒന്നല്ല 10 പട്ടുസാരികൾ വാങ്ങിത്തരും. എല്ലാ അർത്ഥത്തിലും ഈ കച്ചവടത്തിൽ സത്യഭാമയ്ക്കാണ് ലാഭം. മോഹനകൃഷ്ണനോട് വിലപേശി ഇഷ്ടമുള്ളത് വാങ്ങുന്നത് ഒന്നാമത്തെ ലാഭം. മോഹനകൃഷ്ണന്റെ വീട്ടുകാർ പിണങ്ങാതെ നോക്കുന്നത് രണ്ടാമത്തെ ലാഭം. നിങ്ങൾ തമ്മിലുള്ള തർക്കം തീരുന്നത് മൂന്നാമത്തെ ലാഭം. ഒരു വെടിക്ക് 3 പക്ഷി.
നേടാള് കൊള്ളാലോ. കല്യാണം കഴിച്ചില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിയാ. ഇതെങ്ങനെ പഠിച്ചു? ഒരു കിണറ്റിന് എന്തുമാത്രം ആഴം ഉണ്ടെന്നറിയാൻ കിണറ്റിൽ ചാടേണ്ട കാര്യമില്ലല്ലോ സത്യഭാമേ. ഞാൻ കരയിൽ നിന്ന് ആഴം അളക്കാൻ പഠിച്ചു. ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് സത്യഭാമ കിണറ്റിൽ ചാടേണ്ടി വന്നു. എന്തായാലും കിണറ്റിൽ ചാടി. ഇനി നീന്തുകയേ വഴിയുള്ളൂ. ഭാമേ, ചായ. ഇന്ന് നേരത്തെ ചേട്ടോ. നേരത്തെ എന്നൊന്നും പറയണ്ട. കൃത്യം 5:12 ആവുമ്പോ മോഹനയുടെ എത്തുമെന്ന് എനിക്കറിയാലോ. അപ്പൊ പിന്നെ ഒരു ചായ ഉണ്ടാക്കാനോട് പാട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഈ കൃത്യനിഷ്ഠ കാണാറില്ലല്ലോ. എന്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യനിഷ്ഠയുണ്ട്. ഇനിയിപ്പോ നമുക്കത് പറഞ്ഞ് തർക്കിക്കണ്ട. കാരണം എനിക്കതിനുള്ള നേരമില്ല. ഇന്നും നാളെയും വൈകുന്നേരം തലകുത്തി നിന്ന് പണിയെടുത്താലേ മറ്റന്നാൾ രാവിലെ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. മോഹനേട്ടനാണെ പിന്നെ ഒരു കാര്യത്തിന് സഹായിക്കില്ലല്ലോ. ഇവിടെ ഇപ്പോ നിനക്ക് ചെയ്യാവുന്നതിൽ കൂടുതൽ ജോലിയൊന്നുമില്ല. ആ അത് പെട്ടെന്ന് തീർക്കാൻ നോക്ക്. മറ്റന്നാൾ രാവിലെ പോകേണ്ടതല്ലേ? പോകുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിട്ട് പോകണ്ടേ മോഹനേട്ടാ? മറ്റന്നാൾ വെളുപ്പിന് പോകുമ്പോ കടയൊന്നും തുറക്കില്ലേ? നാളെ ആഫീസിൽ നിന്ന് വരുമ്പോ മോഹനേട്ടൻ കുറച്ച് ലഡുവും ജിലേബിയൊക്കെ വാങ്ങിട്ട് വരണം. ലഡുവും ജിലേബി? നിനക്ക് എന്താ ഭാമ പറ്റിയത്? ഷുഗർ ഉള്ള നിന്റെ അമ്മയ്ക്ക് ലഡുവും ജിലേബിയൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റുമോ? എന്റെ അമ്മയ്ക്ക് അല്ലല്ലോ, മോഹനേട്ടൻ അമ്മയ്ക്ക് വാങ്ങുന്ന കാര്യമില്ലേ ഞാൻ പറഞ്ഞത്. മോഹനേട്ടൻ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷേ ഈ ഓണത്തിന് നമ്മൾ പോകുന്നത് എന്റെ വീട്ടിലേക്കല്ലല്ലോ, നിന്റെ വീട്ടിലേക്കല്ലേ? എന്നാലും പറഞ്ഞു ഈ ഓണം എന്തായാലും മോഹനേട്ടന്റെ വീട്ടിലെ ആഘോഷിക്കുന്നുള്ളെന്ന് ഞാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ വീട്ടിൽ പോയി ഒരു ദിവസം താമസിച്ചിട്ട് എത്ര നാളായി? ഈ വരുന്ന ശനി ഞായറും 2 ദിവസം നമുക്ക് നിന്റെ വീട്ടിൽ താമസിക്കാം. അതോടെ നിന്റെ പരാതി അങ്ങ് തീരുമല്ലോ. അതല്ലല്ലോ മോഹനയുടെ പ്രശ്നം. മോഹനേട്ടന്റെ അമ്മ വന്നിട്ട് പോയപ്പോ ഈ ഓണത്തിന് അങ്ങോട്ട് വരാന്ന് മോഹനേട്ടൻ പറഞ്ഞതല്ലായിരുന്നു. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നത് ശരിയാണോ? എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കല്ലേ, സാരല്ല. അത് മാത്രമല്ല, മോഹനയുടെ ചെല്ലുന്നതും കാത്ത് നാട്ടിലുള്ള സകല ബന്ധുക്കളും വീട്ടിൽ കാണുന്നല്ലേ മോഹനയുടെ പറഞ്ഞത്. അവർക്കൊക്കെ സങ്കടം ആകും. പക്ഷേ നിനക്ക് നിന്റെ നാട്ടിലെ പുഴയെ കുളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ? പുഴ മോഹനേട്ടന്റെ നാട്ടിലുണ്ടല്ലോ. എല്ലാ പുഴയിലൂടെ ഒഴുകുന്നത് വെള്ളം തന്നെയല്ലേ മോഹനേട്ടാ? എന്നാലത് ശരിയാവില്ല ഭാമേ. ഓണത്തിന് നിന്നെയും കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോയാൽ നിന്റെ വീട്ടുകാർ കരുതും നീ ഇവിടെ അടിമയെ പോലെ ജീവിക്കുകയാണെന്ന്. ഭാര്യ ഭർത്താവിന്റെ അടിമയാണല്ലോ. ഞാൻ മോഹനേട്ടനെ കൊണ്ട് എന്റെ വീട്ടിൽ പോയാ മോഹനേട്ടന്റെ വീട്ടുകാർ കരുതില്ലേ മോഹനേട്ടൻ ഒരു പെൺകോന്തനാന്ന്? ഞാനൊരു പെൺകോന്തനല്ലെന്ന് എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഈ ഓണത്തിന് മോഹനേട്ടന്റെ വീട്ടിലേ പോകുന്നുള്ളൂ. നടക്കില്ല. ഈ ഓണം നിന്റെ വീട്ടിൽ തന്നെ. എന്താ മോഹനേട്ടാ, ഉത്തമൻ ആ ജനസർട്ടിഫിക്കറ്റോട് വന്നതാ. ഇത്തവണ നമ്മൾ മോഹനേട്ടന്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. നമസ്കാരം വക്കീലേ. രമേശന്റെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയെങ്കിലും കേസ് അതിന്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ. ആ കേസ് അതിന്റെ വഴിക്ക് നടന്നോളും. പക്ഷേ ഇവിടെ ഒരു കേസ് ഉണ്ടല്ലോ ഉത്തമ, അതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏത്? ഓണത്തിന് വീട്ടിൽ പോകുന്ന കാര്യം? എന്റെ അമ്പോ, ഒരു ദിവസം മുഴുവൻ തർക്കിച്ചിട്ട് അതിന് പരിഹാരം കണ്ടില്ലേ? സാധാരണ ഒരു പ്രശ്നം ഇത്രയും നീളുന്നു അല്ലല്ലോ. ഈ പ്രശ്നം അങ്ങനെ തീരില്ല. ഭർത്താവിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തൊരു ഭാര്യ ഉള്ളപ്പോൾ എങ്ങനെ പ്രശ്നം തീരും? വക്കീലെ, ഇങ്ങനെ എത്ര നേരം എന്ന് വെച്ചാൽ കഴിയും? ആരെങ്കിലും ഒരാളൊരു വിട്ടുവീഴ്ച ചെയ്തല്ലേ പറ്റൂ. ഇത്തവണത്തെ ഓണത്തിന് വക്കീല് മോഹനേട്ടൻ സാറിന്റെ വീട്ടിൽ പോയ പ്രശ്നം തീരുവോ? ഞാൻ അതിന് തയ്യാറാണല്ലോ. ഓണത്തിന് മോഹനേട്ടന് വീട്ടിൽ പോവാന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ 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 ഉത്തമ, ഓണത്തിന് സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിലാണ് പോകുന്നതെന്ന് മോഹനേട്ടൻ രാവിലെ പറഞ്ഞത് ഉത്തമൻ കേട്ടതല്ലേ? ഞാനത് സമ്മതിച്ചു. ഈ ഓണത്തിന് മോഹനേട്ടന്റെ വീട്ടിലേ പോകുന്നുള്ളൂ. അയ്യയ്യേ, പിന്നെന്താ സാറേ പ്രശ്നം? ഉത്തമ, കഴിഞ്ഞ മാസം എന്റെ അമ്മ ഇവിടെ വന്ന് ഒരാഴ്ച താമസിച്ചാണല്ലോ. ഭാമയുടെ അമ്മയെ കണ്ടിട്ട് 2 മാസമായി. അതുകൊണ്ട് ഭാമയുടെ വീട്ടിൽ പോകുന്നതാണല്ലോ മര്യാദ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവക്ക് സമ്മതമില്ല. ഓണത്തിന് മോഹനേട്ടന്റെ വീട്ടിൽ പോയാ മതി. ഓണത്തിന് നിന്റെ വീട്ടിലേ പോകുന്നുള്ളൂ. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ.
നിങ്ങൾ ആളെ കളിയാക്കിയാണ്. നിന്നത് കളിയാക്കാൻ ഞാൻ പറഞ്ഞതാണ് ന്യായമെന്ന് ഉത്തമൻ അറിയാലോ. ഒരു ന്യായവും ഇല്ല. ന്യായം എന്റെ പക്ഷത്താണ്. അമ്മേ വെറുതെ തർക്കിക്കാൻ വരരുത്. അയ്യേ, പറയുന്നത് മനസ്സിലാക്കണം. സാറിനെ തർക്കിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ? പ്ലീസ്. അതെ, എനിക്ക് നിങ്ങളെ പോലെ വലിയ വിവരവും വിദ്യാഭ്യാസം ഒന്നുമില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല. പക്ഷേ കല്യാണം കഴിച്ച് മാന്യമായി ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ട് പറയാ, നിങ്ങളുടെ ഈ അസുഖത്തിന് ഞാൻ വിചാരിച്ച പരിഹാരം കാണാൻ പറ്റേയില്ല. മെഡിക്കൽ കോളേജ് നല്ലൊരു ഡോക്ടറുണ്ട്. വേണമെങ്കിൽ എന്റെ ചെലവിൽ 2 പേരെ ഞാനായിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോവാം. ദയവേദി എന്റെ ദേഹോപദ്രവം ചെയ്യാതിരുന്ന മാത്രം മതി. അത് കൊള്ളാല്ല. ഒരു കൊമ്പത്തെ വില്ലേജ് ഓഫീസർ ഒരു വക്കീലും ഉണ്ടെന്ന് കരുതി മാന്യന്മാർക്ക് നാട്ടിൽ ജീവിക്കണ്ടേ? ആളെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ സാറേ? വരട്ടെ. അതിപ്പോ രാവിലെ പറഞ്ഞത് ചെറുതായിട്ട് മാറ്റി പറഞ്ഞോളൂ നേരാ. ആഹാ, അനുഭവം ഇത്രയ്ക്ക് ഉത്തമന് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? പിന്നല്ലാതെ വലിയ മന്ത്രിമാര് വരെ വാക്ക് മാറ്റുന്നു. പിന്നെയാണോ നമുക്ക് വാക്ക് മാറ്റാൻ പറ്റാത്തത്? പിന്നെ അല്ലാതെ മോനട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എന്തായാലും ആ ഉത്തമൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കവന് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 2 വീട്ടിലും പോകാതെ നമുക്ക് 2 പേർക്ക് മാത്രമായി ഇവിടെ അങ്ങ് ഓണം ആഘോഷിച്ചാലോ? ഞാൻ അത് പറയാതിരിക്കായിരുന്നു. ആണോ? പിന്നെ അല്ലാതെ. തർക്കിച്ചു തുടങ്ങിയ വിഷയം തലതിരിഞ്ഞു പോയ കഥയാണ് നമ്മൾ കണ്ടത്. മോഹനകൃഷ്ണനും സത്യഭാമയുമല്ലേ? ഇതും ഇതിലപ്പുറവും സംഭവിക്കുമെന്ന് വിവരമുള്ളവർക്കറിയാം. എന്തായാലും ഓണം ഈ വീട്ടിൽ തന്നെ ആഘോഷിക്കാൻ ഇവർ തീരുമാനിച്ച നിലയ്ക്ക് ഇനി ആ തർക്കത്തിന് പ്രസക്തിയില്ലാത്തതിനാൽ ഇന്നത്തേക്ക് വിടാം. കൂടുതൽ ഓണവിശേഷങ്ങളുമായി കാര്യം നിസാരം തുടരുന്നു.